നമുക്കറിയാം ഇന്നലെ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. ലോകത്ത് മുഖ്യമന്ത്രിയും അതുപോലെ പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. എത്ര വലിയ പദ്ധതിയാണ് ഇപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന് തന്നെ ഒരു വലിയൊരു അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു നേട്ടം കിട്ടി എന്നുള്ളത് അത് കേരളത്തിന്റെയും കൂടെ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ജോലി സാധ്യതകൾ എല്ലാം നിറഞ്ഞൊരു നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാം അല്ലേ. അതിന്റെ ഒരു ഇനാഗ്രേഷൻ ആയിരുന്നു ഇന്നലെ കഴിഞ്ഞത്. അതില് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ശശി തരൂര്, മറ്റ് ബാക്കി കാര്യങ്ങള്. പിന്നെ അതുപോലെ നമ്മുടെ പിണറായിയുടെ കൂടെ തന്നെ നമ്മുടെ മോദിയും ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഒരു ഇനാഗ്രേഷന്. എന്തുകൊണ്ടും അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഇത്രയും നേതാക്കൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ. അത് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് പ്രസ്താവനകൾ തുടക്കത്തിൽ തന്നെ. അതായത് ഈ ഒരു ഇനാഗ്രേഷന് ആൾക്കാരെ വിളിച്ചില്ല, ക്ഷണം കിട്ടിയില്ല എന്ന് തുടങ്ങി അവിടെ തൊട്ട് വിവാദങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത് ക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വി ഡി സതീശനായിരുന്നു തുടക്കമിട്ടത്. ആളെ എന്തുകൊണ്ട് വിളിച്ചില്ല? അത് പ്രതിപക്ഷ നേതാവാണ്. അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നീടുള്ള സ്ഥാനം പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് വിളിച്ചില്ല? അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വരെ ആള് വന്നു, പക്ഷെ പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല. അതായത് അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവരെല്ലാവരും ആ സ്റ്റേജിൽ ഒറ്റക്കെട്ടായി നിന്നു എന്നതേ ഉള്ളൂ. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് റിയാസ് ആണെങ്കിലും താഴെ ഇരുന്ന് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ഇവരെല്ലാവരും അവിടെയുണ്ട്. എന്നാൽ പിറ്റേ ദിവസം സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. എല്ലാവർക്കും ഓരോരോ വാക്കുകളാൽ പരാമർശങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. വാർത്തകളിൽ എല്ലാവരും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതെ, ഇപ്പോഴും അങ്ങനെ അതിന്റെ റിലേറ്റഡ് ന്യൂസുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ പറയുന്നത് ഈ ഒരു വിഴിഞ്ഞം ശരിക്കും ആരാണ് കൊണ്ടുവന്നത്, ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുന്നേത്തെ കാര്യമാണെങ്കിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ജനങ്ങൾ തീരുമാനിച്ചോട്ടെ എന്ന രീതിക്കാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ അതിനോടൊപ്പം തന്നെ പറഞ്ഞു, കല്ലിട്ടാൽ മാത്രം കപ്പലോടില്ല എന്നൊരു പരാമർശം പോലെയും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണ് അല്ലേ? UDF മിക്കവരും കോൺഗ്രസ്സുകാരെല്ലാം പറയുന്നത് ഇത് നമ്മുടെ കോൺഗ്രസിന്റെ ആളായിട്ടുള്ള മുഖ്യനായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞത്തിന് തുടക്കമിട്ടത്. ശരിക്കും അത് തന്നെയാണ് ആ ഒരു തുടക്കമിട്ടത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചത്. എല്ലാ തരത്തിലും തുടക്കം മുതൽ നിന്നിട്ടുള്ളത്. ഈ ഒരു ടെൻഡർ ഗൗതം അദാനിക്ക് കൊടുക്കുന്നത് മുതൽ ഗൗതം അദാനി പറഞ്ഞത് 1000 ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി തരാം എന്ന രീതിയിലായിരുന്നു ടെൻഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ 1000 ദിവസം കഴിഞ്ഞു, കുറേ ദിവസങ്ങൾ 2000 കഴിഞ്ഞു, എന്നിട്ടും പണി പൂർത്തിയാവുന്നില്ല. പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പിണറായി സർക്കാർ വന്നു. എന്നിട്ട് പിണറായി സർക്കാർ പറയാ പണി പൂർത്തിയായി എല്ലാവർക്കും ഓപ്പൺ ആയത് കൊടുക്കാൻ നേരത്ത് ഇത് ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞ് അവകാശവാദവുമായിട്ട് വരുമ്പോൾ ആർക്കെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു വരുമ്പോൾ അത് ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വപ്നം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു പദ്ധതിയാണ് ഇന്ന് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു സംഭവം അവിടെ നിർവഹിച്ചു, സംഭവങ്ങൾ കഴിഞ്ഞു. എന്നാൽ പോലും ഇതിന്റെ പുറകിൽ UDF എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് അവർക്ക് യഥാർത്ഥത്തിൽ അതൊരു മനസ്സിനൊരു വിഷമം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം ഉമ്മൻചാണ്ടിയെ തികച്ചും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പരാമർശവും അദ്ദേഹത്തെ പറ്റി യാതൊരു തരത്തിലുള്ള ഒരു വിഷയവും ഉന്നയിക്കാതെ ഇങ്ങനെ ഒരു ഇനാഗ്രേഷൻ നടത്തി അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല എന്നൊരു രീതിക്ക് പോകുമ്പോൾ ഈ ശശി തരൂരായാലും പറയുന്നുണ്ടായിരുന്നു ഒരു പരാമർശമെങ്കിലും നടത്താമായിരുന്നു. എന്നിട്ട് ആള് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് പരാമർശം നടത്തിയതോ പോട്ടെ, പരാമർശം നടത്താത്തതോ പോട്ടെ, എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ സംസാരിച്ചേനെ. പക്ഷെ അതിന് കമന്റ്സ് ആയിട്ട് വരുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് താങ്കൾ ഈ കാര്യം എന്ന് പറയുന്നതെന്നാണ്. വി ഡി സതീശൻ പോലും അവിടെ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് താങ്കൾക്ക് ഇപ്പോഴാണോ അവസരം കിട്ടിയത്, താങ്കൾ ഇപ്പോഴാണോ ഓർത്തത് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണെങ്കിലും ഒരു കല്ലിട്ടാൽ പോലും ആ കല്ലിടാൻ ഒരു തീരുമാനം വേണം അല്ലെ. അത് ഒരു തീരുമാനം, ഒരു കാഴ്ചപ്പാടും ഒരു ബോധവും ഇല്ലാതെ ആരും അതിന് തറക്കല്ലിടാൻ കുറിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്ത് അങ്ങനെ ഒരു സംഭവം മുന്നോട്ട് വെച്ച, ആ ഒരു ആശയം മുന്നോട്ട് വെച്ച ഉമ്മൻചാണ്ടിക്ക് അത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിട്ട് തന്നെ ജനങ്ങൾ കാണും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പൊ ഫസ്റ്റ് ഒരു കമ്മീഷനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയും ബാക്കി പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കണമെങ്കിൽ ഇനിയും അവസരങ്ങളുണ്ട്. അപ്പൊ ഇനി വീണ്ടും മാറി പിണറായി സർക്കാർ കഴിഞ്ഞതിന് ശേഷം UDF കയറുകയാണെങ്കിൽ ഇത് ഞങ്ങളുടേതാ എന്ന് പറഞ്ഞ് അവർക്ക് ഇനി അടുത്തത് ഉദ്ഘാടനം ചെയ്യാം. അതെ. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അതിന്റെ ഉദ്ഘാടനം അങ്ങ് നടത്തി അല്ലെ. എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പരോക്ഷമായും അല്ലാതെയുമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒത്തുചേർന്ന് അങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തി ജനങ്ങൾക്ക് അത്. അതുപോലെ തന്നെ ഈ ഒരു ഉദ്ഘാടന വേദിയിൽ മോദി വന്നിട്ട്
ചെറുതായിട്ടൊക്കെ മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പരിഭാഷ ചെയ്യാൻ വേണ്ടിയിട്ട് മൻ കി ബാത് എപ്പോഴും നടക്കുമ്പോൾ ആ ഒരു പരിപാടി പരിഭാഷ ചെയ്തിരുന്ന ആളാണ്, വിവർത്തകൻ തന്നെയാണ് ഇരുന്ന് വിവർത്തനം ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഒരു രസകരമായ ഒരു കാര്യം നടന്നത്, ആള് എയർലൈൻസ് എന്ന് പറയുന്ന അലയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം തെറ്റിച്ച് എയർലൈൻസ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദിയിലിരുന്നവരെല്ലാവരും പൊട്ടിച്ചിരിക്കുകയും ആ ഒരു വാക്ക് തന്നെ മാറിപ്പോയപ്പോൾ മോദി പരിഹസിച്ച് അല്ലെങ്കിൽ മോദി തമാശ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, വേറെയാണ്, നിങ്ങൾ മാറ്റി പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നൊരു കാര്യം, BJP-കാരെല്ലാവരും പറയുന്നത് ഈ വിവർത്തകനെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ പരിഭാഷകനെ കൊണ്ടുവന്നത് LDF തന്നെയാണ്, മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. ഈ മൻ കി ബാത്തിന്റെ നല്ല രീതിയിൽ പരിഭാഷ ചെയ്തിട്ടുള്ള ഈ ഒരു മനുഷ്യനെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പൊക്കിയെടുത്ത് കൊണ്ടുവന്നതാണ്, മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണെന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വിവാദങ്ങളാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ നമ്മളിപ്പോ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെങ്ങനെയാണ് ആ ഉദ്ഘാടന സമയം ഇത്രയും ഒത്തൊരുമയോടെ നിന്നത് എന്നാണ്. അതിനുശേഷം പുറത്ത് കടന്നപ്പോഴേക്കും എല്ലാവരും, നമ്മൾ പറയത്തില്ലേ, തനി സ്വഭാവം അല്ലെങ്കിൽ തനി രൂപം നമ്മൾ പുറത്തു വന്നു. അപ്പോഴത്തേക്കും എല്ലാവരും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിക്ക് ഒരുപാട് പ്രസ്താവനകളും കാര്യങ്ങളും ഉന്നയിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരും ഒരു നല്ല രീതിയിൽ ഇരുന്ന് അതിനെ പലർക്കും അതൃപ്തി ഉണ്ടാവും. പക്ഷെ ഒരു വലിയൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയത് നല്ലൊരു കാര്യം തന്നെയാണല്ലേ. ഇത്തരത്തിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് നമ്മുടെ ഒരു കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിന് തന്നെ നല്ലൊരു പുരോഗതി കൊണ്ടുവരുവാൻ സഹായിക്കുകയുള്ളൂ. ഇത്തരത്തിൽ തന്നെ പോട്ടെ, എല്ലാ കാര്യത്തിനും എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ നിൽക്കട്ടെ. പിന്നെ എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പറയുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് മാറ്റി തിരുത്താൻ നമുക്ക് പറ്റുള്ളൂ. ബോധമുള്ള ഒരു വിഭാഗം ജനങ്ങളും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വിഭാഗം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ബോധമുണ്ട്. എന്നാൽ പോലും ചിലതിനെ കാണാനും കേൾക്കാനുള്ള ഒരു കഴിവ് ചില ജനവിഭാഗത്തിന് ഇല്ലാന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. എന്നാൽ പോലും നല്ല രീതിയിൽ ഇനിയുള്ള പരിപാടികൾ, ഇതേപോലെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ.